എല്ലാവർക്കും KTയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇൻസ്ട്രക്ടറേറ്റ് എക്സാമിന്റെ സിലബസിലെ DC മെഷീൻസിലെ മോട്ടറിന്റെ ഭാഗമാണ്. മോട്ടറുമായി ബന്ധപ്പെട്ടുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ്സുകളാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, DC ജനറേറ്ററിന്റെ വീഡിയോസ് എല്ലാവരും കണ്ടുവെന്ന് വിചാരിക്കുകയാണ്. കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സ് അതെല്ലാം DC ജനറേറ്ററിന്റെ സെയിം തന്നെയാണ് DC മോട്ടറിനും. ബാക്കിയുള്ള പ്രിൻസിപ്പിൾസും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി സിലബസിലെ ടോപ്പിക്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. മെയിനായിട്ട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് നമ്മൾ പരീക്ഷയ്ക്ക് മുമ്പ് നോക്കിയിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള DC മോട്ടോഴ്സിന്റെ പോയിന്റ്സ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ പോയിന്റ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എന്താണ് ഒരു DC മോട്ടറിന്റെ പ്രിൻസിപ്പിൾ. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണം, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുകയാണ്. ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കണ്ടക്ടർ ഒരു മെക്കാനിക്കൽ ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് DC മോട്ടറിന്റെ പ്രിൻസിപ്പിൾ. എന്താണ് പ്രിൻസിപ്പിൾ? ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ആ കണ്ടക്ടറിൽ ഒരു മെക്കാനിക്കൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ആ ഫോഴ്സ് നമ്മൾ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് BIL ആണ്. B എന്ന് പറയുന്നത് ഫ്ലക്സ് ഡെൻസിറ്റി, I എന്ന് വെച്ചാൽ കറന്റ് ത്രൂ ദ കണ്ടക്ടർ, L ഇസ് ദി ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ. ഓക്കെ, ഇനി ആ ഫോഴ്സ് എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുക, എന്ത് ഡയറക്ഷനിലാണ്? നമുക്ക് കറന്റിന്റെ ഡയറക്ഷൻ നമുക്കറിയാം, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അറിയാം. അപ്പോൾ നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് ഫോഴ്സിന്റെ മാത്രം ഡയറക്ഷനാണ്. ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റൂളാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ് നമ്മൾ മോട്ടറിൽ ഡെവലപ്പ് ചെയ്ത ഏത് ഡയറക്ഷനാണ് കറങ്ങുക എന്നുള്ളത് കണ്ടുപിടിക്കുന്ന റൂളാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുകയാണ്. നടുവിലത്തെ ഫിംഗർ നമ്മുടെ കറന്റും ചൂണ്ടുവിരല് മാഗ്നറ്റിക് ഫീൽഡും ആണെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കുകയാണെങ്കിൽ ഇതിന്റെ തമ്പിന്റെ ഡയറക്ഷനാണ് അതിന്റെ ഫോഴ്സ് കാണിക്കുക. ഇതാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. അപ്പോൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചാണ് നമ്മൾ മോട്ടറിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സിന്റെ അല്ലെങ്കിൽ റൊട്ടേഷന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ വേറൊരു ചോദ്യം വരാൻ സാധ്യതയുള്ള ഏത് റൂളാണ് മോട്ടറിന് നമ്മൾ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് ഏത് റൂളാണ് മോട്ടറിൽ യൂസ് ചെയ്യാമെന്ന് ചോദിക്കാം. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ് മോട്ടറിലെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യാം. അതേപോലെ ജനറേറ്ററിൽ EMF ഇൻഡ്യൂസ് ചെയ്ത EMFന്റെ അല്ലെങ്കിൽ കറന്റിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റൂളാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. അപ്പോൾ ഈ രണ്ട് പോയിന്റ് ഓർത്തിരിക്കുക, പ്രിൻസിപ്പിൾ ഓർത്തിരിക്കുക, അതുപോലെ തന്നെ അതിന്റെ ഇക്വേഷൻ ഓർത്തിരിക്കുക, ഏത് റൂളാണ് മോട്ടറിൽ ഉപയോഗിക്കാമെന്ന് ഓർത്തിരിക്കുക. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് രണ്ടാമത്തെ പോയിന്റ് ആണ് ബാക്ക് EMF. മോട്ടറിന്റെ കേസിൽ നമ്മൾ ജനറേറ്ററിന്റെ കേസിൽ EG പറഞ്ഞതുപോലെ മോട്ടറിന്റെ കേസിൽ ഒരു ബാക്ക് EMF EB ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, ഒരു മോട്ടറിൽ നമ്മൾ ഒരു EMF അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ EMF മാഗ്നറ്റിക് ഫീൽഡിലാണ്. ഒരു കണ്ടക്ടർ ഉണ്ട് സ്റ്റേറ്ററിൽ അല്ലെങ്കിൽ റോട്ടറിൽ കണ്ടക്ടർ ഉണ്ട്. അപ്പോൾ ഈ കണ്ടക്ടറിൽ നമ്മൾ സപ്ലൈ കൊടുക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ആയതുകൊണ്ട് മോട്ടറിന്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് ആ കണ്ടക്ടറിൽ ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ആ ഫോഴ്സിന്റെ ഇക്വേഷൻ പറഞ്ഞു BIL ആണ്. BIL ന്യൂട്ടൺ ആണ്. അതിന്റെ ഡയറക്ഷൻ നമ്മൾ കണ്ടുപിടിക്കുക ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ മോട്ടർ കറങ്ങാനായിട്ട് തുടങ്ങും. മോട്ടർ കറങ്ങാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ ജനറേറ്ററിന്റെ പ്രിൻസിപ്പിൾ മോട്ടർ ആക്ഷനിൽ വരും. ജനറേറ്ററിന്റെ ആക്ഷൻ മോട്ടറിന്റെ ഇത് വരും. അതായത് നമ്മുടെ കണ്ടക്ടർ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാവുക, അതിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ഏതിൽ? റോട്ടറിന്റെ കണ്ടക്ടറിൽ EMF ഇൻഡ്യൂസ് ചെയ്യും. ആ EMFനെയാണ് നമ്മൾ ബാക്ക് EMF എന്ന് പറയാം. ആ ബാക്ക് EMF EB എന്ന് പറയുന്നത് എപ്പോഴും അപ്ലൈഡ് വോൾട്ടേജിന് ഓപ്പോസിറ്റ് ആയിരിക്കും. കാരണം എന്തിനു വേണ്ടിയിട്ടാണ് ഓപ്പോസിറ്റ് ആയിരിക്കുക? ബിക്കോസ് ടു ഒബേ ലെൻസ് ലോ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ഡെവലപ്പ് ചെയ്ത ബാക്ക് EMF നമ്മുടെ അപ്ലൈ ചെയ്ത വോൾട്ടേജിന് ഓപ്പോസിറ്റ് ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ ബാക്ക് EMF എന്ന് പറയുക. ബാക്ക് EMF എന്താണ്? നമ്മുടെ ഒരു വോൾട്ടേജ് ഉണ്ട്, നമ്മൾ കണ്ടക്ടർ ഉണ്ട്, ആ കണ്ടക്ടറിലേക്ക് നമ്മൾ സപ്ലൈ കൊടുക്കുന്നു. ആ സപ്ലൈ കൊടുത്ത കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിലാണ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജിന്റെ റിസൾട്ടന്റ് നമ്മുടെ മോട്ടറിന്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് ആ കണ്ടക്ടറിൽ ഒരു ഫോഴ്സ് വരുന്നു. അപ്പോൾ കണ്ടക്ടർ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ആ റൊട്ടേഷൻ നമ്മൾ കണ്ടുപിടിക്കുക ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ആ മോട്ടർ കറങ്ങാനായിട്ട് തുടങ്ങുമ്പോൾ അതിൽ ഒരു ജനറേറ്റർ ആക്ഷൻ നടക്കുന്നു. ആ ജനറേറ്ററിന്റെ ആക്ഷൻ കൊണ്ട് ഒരു ബാക്ക് EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. അതിന് നമ്മൾ ബാക്ക് EMF എന്ന് പറയുന്നു. ആ ബാക്ക് EMF എന്ന് പറയുന്നത് അപ്ലൈഡ് വോൾട്ടേജിന് ഓപ്പോസിറ്റ് ആയിരിക്കും. എന്തിനു വേണ്ടിയിട്ട്? ലെൻസ് ലോ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട്. അടുത്തത് ഇൻഡ്യൂസ് ചെയ്ത ബാക്ക് EMFന്റെ ഇക്വേഷൻ ആണ്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് ബാക്ക് EMF. നമ്മൾ ജനറേറ്ററിൽ പഠിച്ച അതേ ഇക്വേഷൻ തന്നെയാണ്. ബാക്ക് EMFന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 5Zn/60 P/L. അതിൽ 5 എന്ന് പറയുന്നത് ഫ്ലക്സ് പെർ പൂൾ ആണ്. Z എന്ന് പറയുന്നത് നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ആണ്. N എന്ന് വെച്ചാൽ സ്പീഡ് ഇൻ RPM, P നമ്പർ ഓഫ് പോൾസ്, A നമ്പർ ഓഫ് പാരലൽ പാത്ത്. ഇതെല്ലാ കേസുകളും ജനറേറ്ററിൽ പഠിച്ച അതേ സെയിം സാധനങ്ങൾ തന്നെയാണ്. നമ്പർ ഓഫ് പാരലൽ പാത്ത് ആണ്. അത് ഡിപെൻഡ് ചെയ്യുക ടൈപ്പ് ഓഫ് വൈൻഡിങ്ങിനെയാണ്. ലാപ്പ് വൈൻഡിങ് ആണെങ്കിൽ നമ്പർ ഓഫ് പാരലൽ പാത്ത് പോളിന് ഈക്വൽ ആയിരിക്കും. വേവ് വൈൻഡിങ് ആണെങ്കിൽ നമ്പർ ഓഫ് പാരലൽ പാത്ത് എപ്പോഴും 2 ആയിരിക്കും. ഇതൊക്കെ ജനറേറ്ററിന്റെ അതേ സെയിം കൺസെപ്റ്റ്സ് ആണ്. ഓക്കെ, പാരലൽ പാത്ത് ലാപ്പ് വൈൻഡിങ്ങിൽ P ന് ഈക്വൽ ആയിരിക്കും. വേവ് വൈൻഡിങ്ങിലെ നമ്പർ ഓഫ് പാരലൽ പാത്ത് എപ്പോഴും 2 ആയിരിക്കും. അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ് മോട്ടറിൽ ഡെവലപ്പ് ചെയ്യുന്ന ടോർക്കിന്റെ ഇക്വേഷൻ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ടോർക്കിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് പവർ ഡിവൈഡഡ് ബൈ ഒമേഗ ആണ്. ഒമേഗ എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻ ആംഗുലർ സ്പീഡ് ആണ്. റേഡിയൻസ് പെർ സെക്കൻഡിലാണ് ഒമേഗ.
ഈ പവറിനെ നമുക്ക് EB × I എന്ന് എഴുതാം. പവറിന്റെ ഇക്വേഷൻ V × I ആണ്. അതിന് നമുക്ക് ബാക്ക് EMF × ആർമേച്ചറിൽ കൂടി പോകുന്ന കറണ്ട് എന്ന് എഴുതാം. അതുപോലെ ഒമേഗ റേഡിയൻസ് പെർ സെക്കൻഡ് നമുക്ക് RPM ആക്കണമെങ്കിൽ 2πn/60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഒമേഗ RPM ആക്കാനായിട്ട് 2πn/60. ഇത് EB നമുക്കറിയാം 5/60 P/I ആണ് BB ഇക്വേഷൻ. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോർക്കിന്റെ ഇക്വേഷൻ കിട്ടുന്നത് P/2πa × 5Ia. ഇതിലെ ഈ ഒരു ടേം മൊത്തം കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ടോർക്ക് പ്രൊപ്പോർഷണൽ ടു 5Ia എന്ന് നമുക്ക് പറയാം. ടോർക്ക് എന്തിനാണ് പ്രൊപ്പോർഷണൽ? ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു 5Ia. ഇമ്പോർട്ടന്റ് റിലേഷൻഷിപ്പ് ആണ് ഇത്. ഇതിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ നേരിട്ട് ചോദിക്കാം. ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു 5Ia. അതുപോലെ നമുക്ക് നമ്മുടെ നേരത്തെ EB നെ കുറിച്ച് പഠിച്ചു. EB ഇസ് ഈക്വൽ ടു എന്താണ്? 5/60 × P/A. ഇതിൽ നിന്ന് നമുക്ക് കിട്ടും EB പ്രൊപ്പോർഷണൽ ടു 5n. ബാക്കി എല്ലാ ടേംസും കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ എഴുതാം EMF ഇൻഡ്യൂസ്ഡ് ഇസ് പ്രൊപ്പോർഷണൽ ടു 5n. ഈ രണ്ട് റിലേഷൻഷിപ്പും ഓർത്തിരിക്കണം. ഇമ്പോർട്ടന്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു 5Ia ആൻഡ് സ്പീഡ് ഇൻഡ്യൂസ്ഡ് EMF ഈസ് പ്രൊപ്പോർഷണൽ ടു 5n. അടുത്തത് ടൈപ്സ് ഓഫ് മോട്ടോഴ്സ് ആണ്. ടൈപ്സ് ഓഫ് മോട്ടോഴ്സ് ജനറേറ്റേഴ്സിനെ പോലെ സെയിം തന്നെയാണ്. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് മോട്ടർ ഉണ്ട്, സീരീസ് മോട്ടർ, ഷണ്ട് മോട്ടർ. അതുപോലെ കോമ്പൗണ്ട് മോട്ടറിൽ രണ്ടെണ്ണം ഉണ്ട്, ലോങ് ഷണ്ട് ആൻഡ് ഷോർട്ട് ഷണ്ട്. ഈ ലോങ് ഷണ്ടിലും ഷോർട്ട് ഷണ്ടിലും രണ്ടെണ്ണം ഉണ്ട്, കുമുലേറ്റീവും ഡിഫറൻഷ്യലും. കുമുലേറ്റീവില് രണ്ട് വൈൻഡിങ്ങിന്റെയും രണ്ട് ഫീൽഡ് വൈൻഡിങ്ങിന്റെയും ഫ്ലക്സ് എയ്ഡഡ് ആവും. ഡിഫറൻഷ്യലില് രണ്ട് ഫീൽഡ് വൈൻഡിങ്സിന്റെ ഫ്ലക്സ് ഓപ്പോസിറ്റ് ആയിരിക്കും. ഇതിന്റെ ഡയഗ്രാമിക് ഫിഗർ എല്ലാം ജനറേറ്റേഴ്സിന്റെ സെയിം ആണ്. ഉള്ള ഡിഫറൻസസ് നേരത്തെ EMF ജനറേറ്റ് ചെയ്യായിരുന്നു, ഇതിൽ നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യണം. എക്സാമ്പിൾ നമുക്കൊരു സീരീസ് മോട്ടർ ഷണ്ട് മോട്ടർ വരയ്ക്കാം. ഷണ്ട് ജനറേറ്ററിന്റെ ഇതിങ്ങനെയായിരുന്നു. ഒരു ഷണ്ട് ഫീൽഡ് ഉണ്ട്, അതിന് പാരലായിരുന്നു. അത് ആർമേച്ചറിന് പാരലായിരുന്നു, ആർമേച്ചർ സർക്യൂട്ടിന് പാരലായിരുന്നു. ഓക്കെ, നേരത്തെ ആർമേച്ചർ കറണ്ട് ജനറേറ്ററിന്റെ കേസിൽ IA ഔട്ട്വേർഡ് ആയിരുന്നു, ലോഡിലോട്ട് വരികയായിരുന്നു ചെയ്തിരുന്നത്. നേരെ മറിച്ച് ഇതിൽ മോട്ടറിന്റെ കേസിൽ നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യാണ്. ഓക്കെ, വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യാണ്. അതിന്റെ ടേംസിൽ കറണ്ട് നമ്മുടെ ഇതിലോട്ട് ആർമേച്ചറിലോട്ടാണ് കറണ്ട് ഇൻഡ്യൂസ് ആവുക, അല്ലെങ്കിൽ കറണ്ട് പോവാം. ഓക്കെ, ആകെ ഒരു കറണ്ടിന്റെ ഡയറക്ഷന് മാത്രം, അതുപോലെ തന്നെ ഇൻഡ്യൂസ് ചെയ്ത വോൾട്ടേജിന്റെയും മാത്രമാണ് വ്യത്യാസമുള്ളത്. ബാക്കിയെല്ലാം ജനറേറ്ററിന്റെ സെയിം ആണ്. ഓർത്തിരിക്കുക, ഈ ടൈപ്സ് ഓഫ് മോട്ടർ ജസ്റ്റ് ഓർത്തിരിക്കുക. അടുത്ത പോയിന്റ് DC മോട്ടറിന്റെ വോൾട്ടേജ് ഇക്വേഷൻ ആണ്. DC മോട്ടറിന്റെ വോൾട്ടേജ് ഇക്വേഷൻ ഏതാ? V = EB + IaRa ആണ്. ഇതും ഒരു ഇമ്പോർട്ടന്റ് റിലേഷൻഷിപ്പ് ആണ്. V = EB + IaRa ആണ് വോൾട്ടേജ് ഇക്വേഷൻ ഓഫ് DC മോട്ടർ. EG = 5/60 P/A ബാക്ക് EMF ഇക്വേഷൻ ആണ്. ഓക്കെ, എന്നാൽ വോൾട്ടേജ് ഇക്വേഷൻ എന്ന് പറയുന്നത് V = EB + IaRa ആണ് ഒരു DC മോട്ടറിന്റെ വോൾട്ടേജ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ കൂടെ ആർമേച്ചർ കറണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ പവർ ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഇതിന്റെ കൂടെ ആർമേച്ചർ കറണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വോൾട്ടേജ് ഇക്വേഷൻ വരെ നമുക്ക് അതിന്റെ പവർ ഇക്വേഷൻ കിട്ടും. ഓക്കെ, അതിൽ നിന്നാണ് നമുക്ക് മാക്സിമം പവർ, ഒരു മോട്ടറിൽ നിന്ന് എപ്പോഴാണ് മാക്സിമം പവർ കിട്ടാന്നുള്ള റിലേഷൻഷിപ്പ് കിട്ടാം. മാക്സിമം പവർ നമുക്ക് കിട്ടാം ബാക്ക് EMF V/2 ഈക്വൽ ആകുമ്പോഴാണ് മാക്സിമം പവർ നമുക്ക് കിട്ടാം. ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. എപ്പോഴാണ് മാക്സിമം പവർ നമുക്ക് കിട്ടാം, മോട്ടറിൽ നിന്ന് കിട്ടാം? മാക്സിമം പവർ വി വിൽ ഗെറ്റ് വെൻ ബാക്ക് EMF is equal to V/2. ഇനി മാക്സിമം പവർ ഡെലിവർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന എഫിഷ്യൻസി എന്ന് പറയുന്നത് 50% ആണ്. ഈ രണ്ട് പോയിന്റ് ഓർത്തിരിക്കേണ്ട പോയിന്റ് ആണ്. മാക്സിമം പവർ മോട്ടറിൽ കിട്ടാം വെൻ ബാക്ക് EMF is equal to V/2 ആണ്. അതുപോലെ ആ സമയത്ത് മാക്സിമം എഫിഷ്യൻസി മാക്സിമം പവർ എഫിഷ്യൻസി വിൽ ബി ഓൺലി 50%. ഈ മൂന്ന് പോയിന്റ് ഓർത്തിരിക്കുക. വോൾട്ടേജ് ഇക്വേഷൻ എന്ന് പറയുന്നത് V = EB + IaRa ആണ്. മാക്സിമം പവർ കിട്ടാം എപ്പോഴാണ്? വെൻ ബാക്ക് EMF is equal to half of applied voltage. At maximum power efficiency will be equal to 50%. അടുത്തത് DC മോട്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ജനറേറ്റർ പഠിച്ചതുപോലെ ഇന്റേണൽ എക്സ്റ്റേണൽ OCC പോലെ തന്നെ മോട്ടറിന്റെ കേസിൽ 3 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ടോർക്ക് വേഴ്സസ് കറണ്ട് ആണ്. ആർമേച്ചർ കറണ്ട്, ടോർക്ക് വേഴ്സസ് ആർമേച്ചർ കറണ്ട്, അതിന് നമ്മൾ ഇലക്ട്രിക്കൽ കാര എന്ന് പറയും. അടുത്ത കാര എന്ന് പറയുന്നത് സ്പീഡ് വേഴ്സസ് I ആണ്. മോട്ടറിന്റെ സ്പീഡ് വേഴ്സസ് ആർമേച്ചർ കറണ്ട്. ഇതാണ് ഒരു മോട്ടറിന്റെ സെലക്ഷനിലെ ഡിസൈഡിംഗ് ഫാക്ടർ ആയിരിക്കുന്ന കാര എന്ന് പറയുന്നത്. സ്പീഡ് വേഴ്സസ് I ആണ് മോട്ടർ ഡിസൈഡിംഗ് കാര എന്ന് പറയും. മോട്ടറെ ഡിസൈഡ് ചെയ്യുന്ന ഒരു കാരയാണ് സ്പീഡ് വേഴ്സസ് I എന്ന് പറയുന്നത്. അടുത്ത മൂന്നാമത്തെ കാര എന്ന് പറയുന്നത് സ്പീഡ് വേഴ്സസ് ടോർക്ക്. അതിനെ നമ്മൾ മെക്കാനിക്കൽ കാര എന്ന് പറയും. ഓക്കെ, ഈ 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മെയിൻ ആയിട്ട് ഓരോ ടൈപ്പ് ഓഫ് മോട്ടറിലുള്ളത്. ഓക്കെ, ഈ കാര വരയ്ക്കാനായിട്ട് ഓർത്തിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഇക്വേഷൻസ് ആണ് ഈ കാണുന്നത്. ഈ 3 ഇക്വേഷൻസ് ആണ് DC മോട്ടറിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. ഈ 3 ഇക്വേഷൻ എപ്പോഴും ഏത് ഉറക്കത്തിലും പറയാൻ പറ്റുന്ന ഇക്വേഷൻസ് ആയിരിക്കണം. ആദ്യത്തെ വോൾട്ടേജ് ഇക്വേഷൻ ആണ്. വോൾട്ടേജ് ഇക്വേഷൻ V = EB + IaRa. അതുപോലെ ബാക്ക് EMF EB എന്ന് പറയുന്നത് 5/60 P/A ആണ്. അതുപോലെ ടോർക്കിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് P/2πa × 5Ia. ഇതിൽ നിന്ന് നമുക്ക് ബാക്ക് EMF ഇക്വേഷൻ
വി മൈനസ് ഐ ആർ എന്ന് കിട്ടും. അതുപോലെ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് സ്പീഡ് ഇസ് പ്രൊപ്പോർഷണൽ ടു ഇ ബി ഡിവൈഡഡ് ബൈ 5 എന്ന് കിട്ടും. അതുപോലെ ഇക്വേഷനിൽ നിന്ന് ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു 5IA എന്ന് കിട്ടും. ഈ 3 റിലേഷൻഷിപ്പ് ആണ് നമ്മൾ കാര വരയ്ക്കാനായിട്ട് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഈ 3 റിലേഷൻഷിപ്പ് ഓർത്തിരിക്കുക. ഓക്കെ, ഈ 3 ഇക്വേഷൻ ഓർത്തിരുന്നു കഴിഞ്ഞാൽ ഇക്വേഷൻസ് കിട്ടാനായിട്ട് ഭയങ്കര എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഈ 3 ഇക്വേഷൻസ് DC മോട്ടറിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. ഈ 3 ഇക്വേഷൻ എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. അടുത്തത് നേരത്തെ പറഞ്ഞ ഇക്വേഷൻസിൽ നിന്ന് നമുക്ക് ഓരോ മോട്ടറിന്റെയും കാര നമുക്ക് നോക്കാം. ജസ്റ്റ് നിങ്ങൾ ഈ കാരാസ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. നിങ്ങൾ കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല. നേരത്തെ ഇക്വേഷൻസ് ഓർത്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ കാര കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യത്തെ ഷണ്ട് മോട്ടറിന്റെയാണ്. ഷണ്ട് മോട്ടറിന്റെയും അതുപോലെ തന്നെ സെപ്പറേറ്റ്ലി എക്സൈറ്റഡിന്റെയും കാര ഓൾമോസ്റ്റ് ഈക്വൽ ആണ്. ഓക്കെ, ഇത് ആദ്യത്തെ കാണിക്കുന്നത് സ്പീഡ് വേഴ്സസ് ഐ ആണ്. രണ്ടാമത്തത് ടോർക്ക് വേഴ്സസ് ഐ ഗ്രാഫാണ്. മൂന്നാമത്തെ കാര എന്ന് പറയുന്നത് ടോർക്ക് വേഴ്സസ് സ്പീഡ് ആണ്. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് ഷണ്ട് മോട്ടർ ഒരു കോൺസ്റ്റന്റ് സ്പീഡ് മോട്ടറാണ്. ഓക്കെ, ഷണ്ട് മോട്ടർ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് സ്പീഡ് മോട്ടറാണ്. അതിന്റെ സ്പീഡ് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആണ്. അടുത്തത് മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അതിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. ഷണ്ട് മോട്ടർ മെയിൻ ആയിട്ട് ഉപയോഗിക്കുക ലേത്തിൽ ഉപയോഗിക്കും. എവിടെയൊക്കെയാണ് കോൺസ്റ്റന്റ് സ്പീഡ് ആവശ്യമുള്ളത് അവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുക ഷണ്ട് മോട്ടറാണ്. എക്സാമ്പിൾസ് ലേത്തില്, അതുപോലെ തന്നെ സെൻട്രിഫ്യൂഗൽ പമ്പ്, ബ്ലോവേഴ്സ്, കൺവെയേഴ്സ്, ഇതിലൊക്കെ കോൺസ്റ്റന്റ് സ്പീഡ് ആവശ്യമുള്ള ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഷണ്ട് മോട്ടറാണ് ഉപയോഗിക്കുക. അടുത്തത് DC സീരീസ് മോട്ടറാണ്. DC സീരീസ് മോട്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇതൊക്കെയാണ്. ആദ്യത്തത് സ്പീഡ് വേഴ്സസ് ഐ കാര, രണ്ടാമത്തെ ടോർക്ക് വേഴ്സസ് ഐ കാര, മൂന്നാമത്തെ ടോർക്ക് വേഴ്സസ് സ്പീഡ്. ഇതും നേരത്തെ പറഞ്ഞതുപോലെ ആദ്യത്തെ 3 ഇക്വേഷൻ വെച്ചിരുന്നതാണ് ഇത് 3 ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി സീരീസ് മോട്ടറിന്റെ മെയിൻ ആയിട്ടുള്ള ഓർത്തിരിക്കുന്ന പോയിന്റ്സ്, സീരീസ് മോട്ടർ ഒരിക്കലും നോ ലോഡിൽ ഓപ്പറേറ്റ് ചെയ്യില്ല. കാരണം നോ ലോഡിൽ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സ്പീഡ് ഭയങ്കര ഹൈ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇതിന് സീരീസ് മോട്ടറിന് ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്കുള്ള മോട്ടറാണ് DC സീരീസ് മോട്ടർ. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ട്രാക്ഷനിലും അതുപോലെ ക്രെയിൻസിലൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് സീരീസ് മോട്ടർ ഉപയോഗിക്കാം. മെയിൻ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ട്രാക്ഷൻ ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുക. അതുപോലെ ക്രെയിൻസിലും നമ്മൾ യൂസ് ചെയ്യും. എവിടെയൊക്കെയാണ് ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് വേണ്ടത് അവിടെയൊക്കെ നമ്മൾ സീരീസ് മോട്ടറാണ് യൂസ് ചെയ്യുക. സീരീസ് മോട്ടർ ഒരിക്കലും നോ ലോഡിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പാടില്ല. ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട പോയിന്റ് ആണ്. സീരീസ് മോട്ടർ ഷുഡ് നോട്ട് ബി ഓപ്പറേറ്റഡ് അറ്റ് നോ ലോഡ്. അടുത്ത മൂന്നാമത്തെ ടൈപ്പ് മോട്ടർ കോമ്പൗണ്ട് മോട്ടറാണ്. ഏതാണ് കോമ്പൗണ്ട് മോട്ടറിന്റെ 2 കാര, സ്പീഡ് വേഴ്സസ് ഐ, ടോർക്ക് വേഴ്സസ് ഐ. ഈ 2 കാരയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ആദ്യത്തെ D എന്ന് പറഞ്ഞ ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് മോട്ടറിന് ഉപയോഗിക്കുന്ന കാരയാണ്. അതുപോലെ C എന്ന് പറഞ്ഞാൽ കുമുലേറ്റീവ് കോമ്പൗണ്ടഡ് മോട്ടറിൽ ഉള്ള ഗ്രാഫാണ്, കാരയാണ്. അടുത്ത മെയിൻ ആയിട്ട് ഇതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് സ്പീഡും അതുപോലെ തന്നെ ഹൈ ടോർക്കുള്ള ആപ്ലിക്കേഷൻസിലാണ് മെയിൻ ആയിട്ട് കോമ്പൗണ്ട് മോട്ടർ യൂസ് ചെയ്യാം. ഓക്കെ, അതിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് പ്രസ്സസ്, ഷിയേഴ്സ്, എലിവേറ്റേഴ്സ്, കൺവേയേഴ്സ്, റോളിംഗ് മിൽസ്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ്. ഓക്കെ, 3 മോട്ടറിന്റെയും ആപ്ലിക്കേഷൻസ് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കിയിരിക്കണം. കാരണം അതിൽ നിന്ന് നേരിട്ടുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കി നമുക്ക് കാണാം, ധാരാളം ആപ്ലിക്കേഷൻസ് മോട്ടർ ലെവലിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുക കോൺസ്റ്റന്റ് സ്പീഡും ഹൈ ടോർക്ക് ആപ്ലിക്കേഷൻസിനെ യൂസ് ചെയ്യുക, ലൈക്ക് പ്രസ്സസ്, ഷിയേഴ്സ്, എലിവേറ്റേഴ്സ്, കൺവേയേഴ്സ്, റോളിംഗ് മിൽസ് എക്സെട്ര. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും കാര, കോമൺ മോട്ടറിന്റെ കാര, ഡിഫറൻഷ്യലിന്റെയും കുമുലേറ്റീവിന്റെയും ഓർത്തിരിക്കണം. അടുത്തത് DC മോട്ടർ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് സ്പീഡ് കൺട്രോൾ ഓഫ് DC മോട്ടർ ആണ്. ഓക്കെ, 3 ടൈപ്പ് ഓഫ് കൺട്രോൾ ഉണ്ട്. ആർമേച്ചർ കൺട്രോൾ മെത്തേഡ്, ഫീൽഡ് ഫ്ലക്സ് കൺട്രോൾ, അതുപോലെ തന്നെ ആർമേച്ചർ വോൾട്ടേജ് കൺട്രോൾ. ഈ 3 റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് വരുന്നത് വെച്ചാൽ നമുക്കറിയാം. സ്പീഡ് EBക്കും അതുപോലെ ഫൈനും പ്രൊപ്പോർഷണൽ ആണ്. പ്രൊപ്പോർഷണൽ ടു EB ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫൈ. അതുപോലെ EB എന്ന് പറഞ്ഞാൽ V മൈനസ് IAR ആണ്. അതിൽ നമുക്ക് വേരി ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസ്, നമുക്ക് ഫ്ലക്സ് വേരി ചെയ്യാം, IA വേരി ചെയ്യാം, അതുപോലെ Vയും വേരി ചെയ്യാം. ഈ 3 ക്വാണ്ടിറ്റീസ് ആണ് നമുക്ക് വേരി ചെയ്യാൻ പറ്റുക. ഫ്ലക്സ്, അതുപോലെ ആർമേച്ചർ വോൾട്ടേജ്, അതുപോലെ ആർമേച്ചർ റെസിസ്റ്റൻസ്. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് മോട്ടറിൽ വേരി ചെയ്യാൻ പറ്റുക. അങ്ങനെയാണ് ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ആർമേച്ചർ കൺട്രോൾ മെത്തേഡ്. ആർമേച്ചറിൽ നമ്മളൊരു റെസിസ്റ്റൻസ് ആഡ് ചെയ്തിട്ട് അതിന്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെയാണ് ആർമേച്ചർ കൺട്രോൾ മെത്തേഡ് എന്ന് പറയാം. അത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുക ബേസ് സ്പീഡിനേക്കാളും കുറവ് ഉള്ള സ്പീഡ് ലഭിക്കാനായിട്ടാണ്. ഓക്കെ, ഇതാണ് ഓർത്തിരിക്കുന്ന ഇമ്പോർട്ടന്റ് പോയിന്റ്. ആർമേച്ചർ കൺട്രോൾ മെത്തേഡ് യൂസ് ചെയ്യുന്നത് ബേസ് സ്പീഡിന് ബിലോ ആയിട്ട് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആർമേച്ചർ കൺട്രോൾ മെത്തേഡ് യൂസ് ചെയ്യുക. അടുത്തത് ഫീൽഡ് കൺട്രോൾ ഇതാണ്. അതിനെയാണ് നമ്മൾ ഫീൽഡ് ഫ്ലക്സ് കൺട്രോൾ എന്ന് പറയാം. ഫീൽഡ് ഫ്ലക്സ് കൺട്രോൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുക ഫോർ എബവ് ബേസ് സ്പീഡ്. ബേസ് സ്പീഡിനേക്കാളും കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്, കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫീൽഡ് ഫ്ലക്സ് കൺട്രോൾ എന്ന് യൂസ് ചെയ്യുക. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആർമേച്ചർ വോൾട്ടേജ് കൺട്രോൾ ആണ്. ആർമേച്ചറിന്റെ വോൾട്ടേജിനെ കൺട്രോൾ ചെയ്തിട്ട് മോട്ടറിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനാണ് നമ്മൾ ആർമേച്ചർ വോൾട്ടേജ് മെത്തേഡ് എന്ന് പറയാം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രൈവ് എന്ന് പറയുന്നത് വാട്ട് ലിയോനാർഡ് ഡ്രൈവ് ആണ് ആ സിസ്റ്റത്തിന്റെ പേര്. ഓക്കെ, അപ്പോൾ ഈ 3 മെത്തേഡ് ഓർത്തിരിക്കുക. ആർമേച്ചർ കൺട്രോൾ മെത്തേഡ് ബിലോ ബേസ് സ്പീഡിനും, ഫീൽഡ് ഫ്ലക്സ് കൺട്രോൾ എബവ് ബേസ് സ്പീഡിനും, ആർമേച്ചർ വോൾട്ടേജ് കൺട്രോൾ രണ്ടിനും ഉപയോഗിക്കാം. ബിലോ ബേസ് സ്പീഡ് ഉപയോഗിക്കാം, അതുപോലെ തന്നെ എബവ് ബേസ് സ്പീഡിനും ഉപയോഗിക്കാം. ഇതാണ് ഇതിലെ നമുക്ക് വൈഡ് റേഞ്ച് ഓഫ് സ്പീഡ് കൺട്രോൾ പോസിബിൾ ആണ്. വൈഡ് റേഞ്ച് ഓഫ് സ്പീഡ് കൺട്രോൾ ഇസ് പോസിബിൾ ഇൻ
വാർഡ് ലിയോണാർഡ് ഡ്രൈവിൽ നമുക്ക് പോസിബിൾ ആണ്. അപ്പോൾ ഈ 3 മെത്തേഡ് ഓർത്തിരിക്കാം. ഓക്കെ, അടുത്ത ടോപ്പിക് സിലബസിൽ കൊടുത്തിരിക്കുന്നത് സ്റ്റാർട്ടേഴ്സ് ആണ്. സ്റ്റാർട്ടേഴ്സ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുക ജസ്റ്റ് ഇത്ര പോയിന്റ് മാത്രം ഓർത്തിരുന്നാൽ മതി. മെയിനായിട്ട് സ്റ്റാർട്ടിംഗ് കറണ്ട് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാർട്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, കുറേ ടൈപ്സ് ഓഫ് സ്റ്റാർട്ടേഴ്സ് ഉണ്ട്. ഓരോ ആപ്ലിക്കേഷനും ഓരോ ടൈപ്പ് ഓഫ് സ്റ്റാർട്ടേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. DC സീരീസ് മോട്ടറിന് നമ്മൾ 2 പോയിന്റ് സ്റ്റാർട്ടറാണ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഷണ്ട് മോട്ടറിന് നമ്മൾ 3 പോയിന്റ് സ്റ്റാർട്ടറാണ് നമ്മൾ ഷണ്ട് മോട്ടറിന് യൂസ് ചെയ്യുക. കോമ്പൗണ്ട് മോട്ടറിന് നമ്മൾ 4 പോയിന്റ് സ്റ്റാർട്ടേഴ്സ് ആണ് യൂസ് ചെയ്യുക. ഷണ്ട് മോട്ടറിന് നമുക്ക് 4 പോയിന്റ് സ്റ്റാർട്ടർ യൂസ് ചെയ്യാം. 3 പോയിന്റ് സ്റ്റാർട്ടറിന്റെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ള ഒരു സ്റ്റാർട്ടറാണ് 4 പോയിന്റ് സ്റ്റാർട്ടർ. മെയിനായിട്ട് കോമ്പൗണ്ട് മോട്ടേഴ്സിനാണ് നമ്മൾ 4 പോയിന്റ് സ്റ്റാർട്ടർ യൂസ് ചെയ്യാം. ഓക്കെ, ഈ 3 ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. സ്റ്റാർട്ടേഴ്സ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് സ്റ്റാർട്ടിംഗ് കറണ്ട് ലിമിറ്റ് ചെയ്യാനാണ്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമുക്ക് പിന്നീട് എക്സാമിന് ശേഷം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ സിലബസിൽ കൊടുത്തിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ ഓർത്തിരിക്കാം. നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഇതിന്റെ പ്രീവിയസ് ഇയേഴ്സ് ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.